വൈന്തലയിൽ അംഗൻവാടി ജീവനക്കാരിക്ക് നേരെ മുളകുപൊടി ആക്രമണം നടത്തി 3 പവൻ മാല കവർന്ന കേസിലെ പ്രതികൾ പിടിയിൽ. അറസ്റ്റ് ചെയ്തത് വൈന്തല സ്വദേശിനി അഞ്ജന, ഇവരുടെ സുഹൃത്തുക്കളായ 2 പേർ എന്നിവരെ. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശബരിമലയ്ക്ക് വ്രതമെടുത്ത് കറുപ്പ് വസ്ത്രം ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയ നടപടി വിവാദത്തിൽ ക്ലാസ് ടീച്ചറുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി രക്ഷിതാക്കൾ. തൃശൂർ കോർപ്പറേഷന്റെ പാഴായ 10 വർഷങ്ങൾ എന്ന വിശേഷണവുമായി ജനസമക്ഷം കുറ്റപത്രവുമായി UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. ഇടതിന്റെ അഴിമതി ഭരണം, ധൂർത്ത്, കെടുകാര്യസ്ഥത തുടങ്ങിയവ കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. വൈന്തലയിൽ അംഗൻവാടി ജീവനക്കാരിക്ക് നേരെ മുളകുപൊടി ആക്രമണം നടത്തി 3 പവൻ മാല കവർന്ന കേസിലെ പ്രതികൾ പിടിയിൽ. വെണ്ണൂർ സ്വദേശിനി മോളി ജോർജിന്റെ മാല കവർന്ന വൈന്തല സ്വദേശിനി അഞ്ജന, ഇവരുടെ സുഹൃത്തുക്കളായ 2 പേർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണെന്ന് പോലീസ് പറഞ്ഞു. തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം. വൈന്തലയിൽ അംഗൻവാടി ജീവനക്കാരിയായ വെണ്ണൂർ സ്വദേശിനി മോളി ജോർജ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ വൈന്തല പാടത്തിന് സമീപത്തെത്തിയപ്പോൾ വൈന്തല സ്വദേശിനിയായ അഞ്ജനയും 2 യുവാക്കളും പിന്തുടർന്നെത്തി ഒരാൾ മുളകുപൊടി എറിഞ്ഞ് പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല അപഹരിക്കുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ മാള പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. അന്വേഷണത്തിൽ വൈന്തല സ്വദേശിനിയായ അഞ്ജനയും 2 ആൺ സുഹൃത്തുക്കളും അടങ്ങുന്ന സംഘമാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കവർച്ച നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്ന അഞ്ജനയെക്കുറിച്ച് മോളി ജോർജ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അഞ്ജനയെയും സുഹൃത്തുക്കളായ 2 യുവാക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മീഡിയ ടൈം, മാള. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശബരിമലയ്ക്ക് വ്രതമെടുത്ത് കറുപ്പ് വസ്ത്രം ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയ നടപടി വിവാദത്തിൽ. ക്ലാസ് ടീച്ചറുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി രക്ഷിതാക്കൾ രംഗത്തെത്തി. രാഷ്ട്രീയ കക്ഷികൾ കൂടി രംഗത്ത് വന്നതോടെ പോലീസ് ഇടപെട്ടാണ് പ്രശ്നപരിഹാരം നടത്തിയത്. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസ് ഗ്രൂപ്പിലെ 2 വിദ്യാർത്ഥികളെയാണ് ക്ലാസ് ടീച്ചറും സ്റ്റാഫ് സെക്രട്ടറിയും ചേർന്ന് ക്ലാസ്സിൽ നിന്നിറക്കിവിട്ടത്. യൂണിഫോം ധരിക്കാതെ ക്ലാസ്സിലിരുത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു വനിതകളായ ടീച്ചറും സ്റ്റാഫ് സെക്രട്ടറിയും കുട്ടികളെ പുറത്താക്കിയത്. ക്ലാസ് തുടങ്ങിയ ശേഷമായിരുന്നു ടീച്ചറുടെ നടപടി. യൂണിഫോം ധരിച്ചു വരാൻ പറഞ്ഞു പുറത്താക്കിയ കുട്ടികൾ ബാഗ് എടുക്കാതെ വീട്ടിലെത്തി രക്ഷിതാക്കളോട് വിവരം പറയുകയായിരുന്നു. സംഭവം പുറത്തറിഞ്ഞതോടെ BJP, കോൺഗ്രസ്, CPM നേതാക്കളും നാട്ടുകാരും പ്രതിഷേധവുമായി സ്കൂളിലെത്തി. അന്യമതസ്ഥരായ ക്ലാസ് ടീച്ചറുടെയും സ്റ്റാഫ് സെക്രട്ടറിയുടെയും നിലപാട് തിരുത്തണമെന്നും ക്ഷമ പറയണമെന്നുമുള്ള നിലപാടിലായിരുന്നു BJP പ്രവർത്തകർ. എന്നാൽ ക്ലാസ് ടീച്ചറും സ്റ്റാഫ് സെക്രട്ടറിയും ഓഫീസ് മുറിയിൽ നിന്നിറങ്ങി സംസാരിക്കാൻ തയ്യാറായില്ല. പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ തർക്കത്തിലേക്ക് നീങ്ങിയതോടെ പുതുക്കാട് SHO ആദം ഖാന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തെത്തി. തുടർന്ന് സ്കൂൾ അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ കുട്ടികളെ കറുപ്പ് വസ്ത്രം ധരിച്ച് ക്ലാസ്സിലിരുത്തി. മീഡിയ ടൈം, പുതുക്കാട്. തൃശൂർ കോർപ്പറേഷന്റെ പാഴായ 10 വർഷങ്ങൾ എന്ന വിശേഷണവുമായി ജനസമക്ഷം കുറ്റപത്രവുമായി UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഇടതിന്റെ അഴിമതി ഭരണം, ധൂർത്ത്, കെടുകാര്യസ്ഥത തുടങ്ങിയവ കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നു. അധികമായി പിരിച്ചെടുത്ത നികുതി ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നതും ഭരണക്കോട്ടമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 2000-ൽ കോർപ്പറേഷൻ രൂപീകൃതമായപ്പോൾ ഭരണത്തിലേറിയ UDF നടപ്പാക്കാൻ ശ്രമിച്ച വികസന പദ്ധതികൾ പിന്നീട് അധികാരത്തിലെത്തിയ ഇടതുമുന്നണി ഭരണങ്ങൾ മുരടിപ്പിച്ചെന്നാണ് ചൂണ്ടിക്കാട്ടി കുറ്റപത്രം. ഇടതിന്റെ അഴിമതി ഭരണം, ധൂർത്ത്, കെടുകാര്യസ്ഥത തുടങ്ങിയവ കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നു. കുഴികൾ നിറഞ്ഞ റോഡുകൾ, വെള്ളക്കെട്ട്, ട്രാഫിക് ബ്ലോക്ക്, ശുദ്ധജലക്ഷാമം, വൈദ്യുതി തടസ്സം, തെരുവ് നൈശല്യം തുടങ്ങിയ ജനകീയ പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടുന്നു. പ്രധാന ആരോപണം മാസ്റ്റർ പ്ലാനിനെ കുറിച്ചാണ്. ജനങ്ങളുടെ അഭിപ്രായം ആരായാതെയും വിദഗ്ധരുമായി ചർച്ച ചെയ്യാതെയും ഉണ്ടാക്കിയ മാസ്റ്റർ പ്ലാൻ ജനദ്രോഹപരമായിരുന്നു. റോഡുകൾ വെട്ടിപ്പൊളിച്ച് സമയബന്ധിതമായി പണികൾ പൂർത്തിയാക്കിയില്ല. പടിഞ്ഞാറേക്കോട്ട വരെ നിർമ്മിച്ച മോഡൽ റോഡ് പിന്നീട് ദീർഘിപ്പിച്ചില്ല. ഔട്ടർ റിംഗ് റോഡ് സ്വപ്ന പദ്ധതിയായി ഫയലിൽ ഉറങ്ങുന്നു. മണ്ണൂത്തി അമലാനഗർ ലിങ്ക് റോഡ് പ്രാവർത്തികമാക്കിയില്ല. വഞ്ചിക്കുളത്തെ തണ്ണീർത്തട ഭൂമി ഇടപാടിലെ അഴിമതി, കോർപ്പറേഷൻ സ്റ്റേഡിയം, പീഡിക മുറികൾ കൈമാറ്റത്തിലെ തിരിമറികൾ, പിൻവാതിൽ നിയമനം തുടങ്ങിയ ആരോപണങ്ങൾ കുറ്റപത്രത്തിലുണ്ട്. 2016 മുതൽ 2025 വരെ അധികമായി പിരിച്ചെടുത്ത നികുതി ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നതും ഭരണക്കോട്ടമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.
പീച്ചിയിൽ നിന്ന് ശുദ്ധജലം കൊണ്ടുവരാൻ കോടികൾ ചെലവഴിച്ച് പൈപ്പുകൾ കുഴിച്ചിട്ടെങ്കിലും വെള്ളം ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, പൈപ്പുകൾ എവിടെയാണെന്ന് പോലും അധികൃതർക്കറിയില്ല. റോഡിലെ കുഴികളിൽപ്പെട്ട് വാഹനാപകടത്തിൽ മരിച്ച സംഭവങ്ങളും കുറ്റപത്രത്തിലുണ്ട്. UDF ഭരണകാലത്ത് കിഴക്കേക്കോട്ട, പടിഞ്ഞാറേക്കോട്ട, പൂങ്കുന്നം, കൂർക്കഞ്ചേരി, നടുവിലാൽ ജംഗ്ഷനുകളുടെ വികസനം, MG റോഡ് വികസനം, പൂത്തോൾ മേൽപ്പാലം എന്നിവ ഭരണ നേട്ടങ്ങളായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി LDF ഭരണസമിതിക്ക് ഒരു ജംഗ്ഷൻ വികസനമോ റോഡ് വികസനമോ സാധ്യമായിട്ടില്ല. കിഴക്കേക്കോട്ട, പടിഞ്ഞാറേക്കോട്ട, പൂങ്കുന്നം, കൊക്കാലെ, വടൂക്കര ഫ്ലൈ ഓവറുകൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. കോർപ്പറേഷനിലെ വിവിധ മോഷണങ്ങളിൽ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കോർപ്പറേഷൻ കെട്ടിടങ്ങളിലെ അപകടങ്ങൾ, ശൗചാലയങ്ങൾ പ്രവർത്തനരഹിതമായത്, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് പ്രവർത്തനരഹിതമായത്, പാർക്കിങ്ങിലെ ഫൗണ്ടേഷൻ പ്രവർത്തിക്കാത്തത്, കളിക്കോപ്പുകൾ ഉപയോഗശൂന്യമായതെല്ലാം LDFന്റെ കെടുകാര്യസ്ഥതയായി UDF കുറ്റപത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടിയിൽ വൻ കഞ്ചാവ് വേട്ട. 9 കിലോ കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ 2 പ്രതികൾ പിടിയിൽ. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ ഹിറ്റ്ലർ ഷേഖ്, നൂർ ഇസ്ലാം എന്നിവരെയാണ് അന്വേഷണ സംഘം പിടികൂടിയത്. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ ഹിറ്റ്ലർ ഷേഖ് 43 വയസ്സ്, നൂർ ഇസ്ലാം 35 വയസ്സ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. നമ്പർ വ്യക്തമല്ലാത്ത മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്ന ഇവരെ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് വാഹനത്തിന്റെ മുൻവശത്ത് നമ്പർ ഇല്ലാത്തതായി കണ്ടത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലും പരിശോധനയിലും പ്രതികളുടെ കൈവശമുണ്ടായിരുന്ന ബാഗുകളിലും സഞ്ചികളിലുമായി 9 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അറസ്റ്റ് ചെയ്ത പ്രതികളെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SI-മാരായ AV ലാലു, KA കൃഷ്ണൻ, CPO-മാരായ KH ദീപു, KG സതീഷ് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. കൊടുങ്ങല്ലൂരിലെ എറിയാട് മോട്ടോർ ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. മാടവന കരിമാത്ത സുധാകരന്റെ മകൻ 40 വയസ്സുള്ള അഭിലാഷാണ് മരിച്ചത്. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ എറിയാട് ആറാട്ടുവഴിയിലായിരുന്നു സംഭവം. തെരുവുനായ ബൈക്കിന് കുറുകെ ചാടിയാണ് അപകടമുണ്ടായതെന്നാണ് സൂചന. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി തോബി തോട്ടയാൻ സ്ഥാനവും കോൺഗ്രസ് പ്രാഥമികാംഗത്വവും രാജിവെച്ചു. ഭാര്യയും യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം സെക്രട്ടറിയും നിലവിലെ കോൺഗ്രസിന്റെ പുതുക്കാട് പഞ്ചായത്ത് 10ാം വാർഡ് അംഗവുമായ ടീന തോബിയും ഭർത്താവിനൊപ്പം കോൺഗ്രസ് വിട്ടു. ഇരുവരും ഇനി CPIM-നൊപ്പം പ്രവർത്തിക്കും. KK രാമചന്ദ്രൻ MLA ഇരുവരെയും രത്നഹാരം അണിയിച്ച് സ്വീകരിച്ചു. 15 വർഷം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പുതുക്കാട് പഞ്ചായത്ത് അംഗമായിരുന്നു തോബി. ചാലക്കുടി കോൺഗ്രസിൽ വീണ്ടും നാടകീയ രംഗങ്ങൾ. നഗരസഭ വെട്ടശ്ശേരി വാർഡിലെ നിരവധി BJP പ്രവർത്തകർ കോൺഗ്രസിലെത്തി. BJP നേതാവ് പ്രദീപ് പറമ്പിക്കാട്ടിലടക്കം 10ഓളം പേരാണ് കോൺഗ്രസിനൊപ്പം എത്തിയത്. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ നിരവധി പ്രവർത്തകർ ഒരുമിച്ച് കോൺഗ്രസ് പാളയത്തിലെത്തിയത് BJP-യിൽ അനിശ്ചിതത്വം സൃഷ്ടിച്ചിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ LDF കൗൺസിലർമാരെ പരിചയപ്പെടുത്തലും പ്രകടന പത്രികയുടെ കരട് അവതരണവും നടന്നു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. CC വിപിൻ ചന്ദ്രൻ വികസന രേഖയുടെ കരട് അവതരിപ്പിച്ചു. മുനിസിപ്പൽ കൺവീനർ KR ജൈത്രൻ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. CPM ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, PP സുഭാഷ്, KS കൈസാബ്, PB ഗൈസ്, TB പ്രബേഷ് എന്നിവർ സംസാരിച്ചു. LDF അടുത്ത ആഴ്ച പ്രകടന പത്രിക പുറത്തിറക്കും. മണ്ഡലകാലം പിറന്നതോടെ വിവിധ സ്ഥലങ്ങളിൽ അയ്യപ്പൻ വിളക്ക് ആഘോഷങ്ങൾക്ക് തുടക്കമായി. പൊയ്യ വടക്കേപ്പൂപ്പത്തിൽ കഴിഞ്ഞ ദിവസം ദേശവിളക്ക് ആഘോഷം നടന്നു. ചിന്തുപാട്ട്, ദീപാരാധന, പ്രസാദൂട്ട് എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പുല്ലൂറ്റ് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PV രമണൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഷാറൂൺ റഷീദ്, മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് MK മാലിക്, DCC സെക്രട്ടറിമാരായ TM നാസർ, അഡ്വക്കേറ്റ് VM മുഹിയുദ്ദീൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു, മുസ്ലിം ലീഗ് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ പ്രസിഡന്റ് യൂസഫ് പടിയത്ത്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുജ ജോയ്, UDF നേതാക്കളായ ES സഗീർ, KP സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. CPI കയ്പമംഗലത്ത് കുടുംബസംഗമം നടത്തി.
കയ്പമംഗലം 6-ാം വാർഡിൽ ആരോഗ്യ ഉപകേന്ദ്രത്തിനായി 5 സെന്റ് സ്ഥലം വിട്ടു നൽകിയ CPM തണൽ ബ്രാഞ്ച് അംഗം ചാണ്ടി ചിറമേലിനെ കുടുംബസംഗമത്തിൽ അനുമോദിച്ചു. ET ടൈസൺ MLA കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. CPI കയ്പമംഗലം ലോക്കൽ സെക്രട്ടറി ER ജോഷി അധ്യക്ഷത വഹിച്ചു. MD സുരേഷ്, PK റഹീം, അജിത് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. യുവകലാസാഹിതി പുറത്തിറക്കിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും നടത്തി. സെമ്പാളൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യർ തീർത്ഥാടന ദേവാലയത്തിൽ നവംബർ 19 മുതൽ 23 വരെ ആത്മജ്വാല ബൈബിൾ കൺവെൻഷൻ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോട്ടപ്പുറം രൂപത വികാരി റോക്കി റോബിൻ കളത്തിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ഫാദർ മാത്യു തടത്തിൽ നയിക്കുന്ന കൺവെൻഷനിൽ ഫാദർ ആന്റണി വാലുങ്ങൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ജോൺസൺ പങ്കേത്ത്, സഹവികാരി ഫാദർ ആൽഫിൻ ജൂഡ്സൺ, കൺവീനർ ബെന്നി കല്ലറയ്ക്കൽ, കൈക്കാരന്മാരായ ഫ്രാൻസിസ് സിമേദി, ആഷ്ലി റൊസാരിയോ എന്നിവർ സംബന്ധിച്ചു. ആനത്തടം സെന്റ് ആൻസ് പബ്ലിക് സ്കൂളും വിവൃതി ISROയുമായി സഹകരിച്ച് സ്കൂളിലെ കുട്ടികൾക്കായി എക്സിബിഷൻ സംഘടിപ്പിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിസ്മയം ഉയർത്തിക്കൊണ്ട് നടന്ന സ്പേസ് എക്സിബിഷനും റോക്കറ്റ് ലോഞ്ചിങ്ങും ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ISRO സ്പേസ് ഡ്യൂട്ടർമാരായ റോഷൻ ശർമ്മ, ആശിഷ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സെന്റ് ആൻസ് പബ്ലിക് സ്കൂൾ മാനേജർ സിസ്റ്റർ ഷീബ തോമസ്, പ്രിൻസിപ്പൽ സിസ്റ്റർ ബീന ജോസഫ്, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലിബി റോബർട്ട് എന്നിവർ സംസാരിച്ചു. ഇനി എൻ്റെ പഞ്ചായത്ത് എന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയാണ് ഇപ്പോൾ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത്. കാർഷിക ഗ്രാമമായ പുത്തഞ്ചിറ തൃശ്ശൂരിനും കൊച്ചിക്കും മധ്യേ ഇങ്ങനെ കിടക്കുന്നു. പേര് പോലെ തന്നെ ചിറകളും പച്ചപ്പും നിറഞ്ഞ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. സ്വാഗതം എൻ്റെ പഞ്ചായത്ത് പുത്തഞ്ചിറ. തൃശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിലെ ഒരു ഗ്രാമമാണ് പുത്തഞ്ചിറ. ചരിത്രപരമായ പ്രാധാന്യവും സാംസ്കാരിക സ്മാരകങ്ങളും നിലനിൽക്കുന്ന പുത്തഞ്ചിറ പണ്ടുകാലത്ത് മഹാദേവർ പട്ടണം എന്നറിയപ്പെട്ടിരുന്നു. ചേര രാജവംശവുമായി ബന്ധപ്പെട്ട ഒരു നീണ്ട ചരിത്രമുണ്ട് ഈ മണ്ണിന്. പുത്തഞ്ചിറയുടെ ഹൃദയം കൃഷിയിലാണ് ഉൾക്കൊള്ളുന്നത്. നെൽപ്പാടങ്ങളും പച്ചക്കറിത്തോട്ടങ്ങളും ചെറുകിട കൃഷികളും ഉൾക്കൊള്ളുന്ന പ്രദേശം. എന്നാൽ കർഷകരെക്കാൾ കൂടുതലായി കർഷക തൊഴിലാളികളാണ് പുത്തഞ്ചിറയിലുള്ളത്. അതോടൊപ്പം ഗൾഫ് പ്രദേശങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പോയ അനവധി പേർ ഇവിടുത്തെ വീടുകളിലേക്ക് അതിജീവനത്തിൻ്റെ സ്വപ്നങ്ങളും സാമ്പത്തിക മേധാവിത്വവും തിരിച്ചു കൊണ്ടുവന്നു. LDF ഭരണം നടന്ന കഴിഞ്ഞ 5 വർഷം പഞ്ചായത്തിൻ്റെ ഭരണത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ റോഡ് വികസനം, കുടിവെള്ള പദ്ധതികൾ, ശുചിത്വവും ആരോഗ്യ സംരക്ഷണവും, വീട് ലഭിക്കാത്തവർക്ക് ഭവന സൗകര്യം, വനിതാ കൂട്ടായ്മകൾക്കുള്ള പദ്ധതികൾ നടപ്പിലായെന്ന് പ്രസിഡന്റ് റോമി ബേബി പറഞ്ഞു. 4.5 വർഷം പിന്നിട്ട ഈ അവസരത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ സമസ്ത മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ LDF ഭരണം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഗ്രാമം ഒരു കാർഷിക ഗ്രാമം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുതിയ ഭരണസമിതി വന്നപ്പോൾ സമഗ്ര വികസനം കൃഷിയിലൂടെ തൊഴിലിലൂടെ എന്ന ആ ഒരു വാക്യങ്ങളിലൂടെയാണ്, ആ ഒരു ആശയങ്ങളിലൂടെയാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടും ത്രിതല സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫണ്ടൊക്കെ ഉപയോഗിക്കാനായി കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാമം കാർഷിക ഗ്രാമം എന്ന് പറയുമ്പോൾ നമ്മുടെ പാടശേഖരങ്ങൾക്കെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള MLAയുടെ ഫണ്ട് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. 6 കോടി രൂപയോളാണ് MLAയുടെ ഫണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അതുവഴിയായിട്ട് മെച്ചപ്പെടുത്താനും ഒരുപാട് ഇപ്പോഴത്തെ തലമുറകളെ കൃഷിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത്തരം പദ്ധതികളിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയാനുള്ളത്, നമുക്ക് കരിങ്ങച്ചിറ ഉപ്പുവെള്ളത്തിൻ്റെ ഒരു വളരെ പ്രശ്നം നമ്മുടെ ഗ്രാമപഞ്ചായത്തും വിളൂക്കര ഗ്രാമപഞ്ചായത്തും മാള ഗ്രാമപഞ്ചായത്തും എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഒരുപാട് കർഷകരെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അതിന് കഴിഞ്ഞ ബഹുമാനപ്പെട്ട തദ്ദേശ ഭരണവകുപ്പ് മന്ത്രിയുടെ രാജേഷ് മന്ത്രിയുടെ അദാലത്തിൽ ഈ കാര്യം നമ്മൾ ബോധിപ്പിക്കുകയും ജില്ലാ പഞ്ചായത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട്
3 തദ്ദേശ സ്ഥാപനങ്ങളും 2 ബ്ലോക്ക് പഞ്ചായത്തും എന്നുള്ള രീതിയിലേക്ക് ഫണ്ട് വകയിരുത്തിക്കൊണ്ട് അതിൻ്റെ DPR നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ്. 2.5 കോടി രൂപയോളമാണ് അതിൻ്റെ DPR ആയി ബന്ധപ്പെട്ട് നമുക്ക് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്. ഈ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും കൂടി സംയുക്ത പദ്ധതി എന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ പൂർത്തീകരണത്തിന് തുടക്കം കുറിക്കാനായിട്ട് നമുക്ക് ഈ ഭരണഘട്ടത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അഭിമാനപൂർവ്വം എടുത്തു പറയുകയാണ്. കാർഷിക മേഖലയ്ക്ക് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അടിസ്ഥാന വികസനത്തിന് പണം ലഭിച്ചു. സ്കൂളുകൾ, അംഗനവാടികൾ, പൊതു റോഡുകൾ എന്നിവ നിർമ്മിച്ച് വികസനം സാധ്യമാക്കി. പഞ്ചായത്ത് ഭരണസമിതി കൃത്യമായി ജനകീയ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകിയെന്നും റോമി ബേബി പറഞ്ഞു. കാർഷിക ഗ്രാമം വളരെ നന്നായിട്ട് തന്നെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പുതിയ ഒരു ബിൽഡിങ് ബഹുമാനപ്പെട്ട MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ലഭ്യമായി നല്ലൊരു കൃഷി ഓഫീസ് നമുക്ക് ഇതിനോടകം പൂർത്തീകരിക്കാനും ഉദ്ഘാടനം ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. തുടർന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ എടുക്കുകയാണെങ്കിൽ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് LP സ്കൂൾ എന്നുള്ള രീതിയിലേക്കാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതുപോലെ UPയും തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് ഫണ്ട് വകയിരുത്തുക. നമുക്ക് ഗവൺമെൻറ് ഹൈസ്കൂള് അതുപോലെ +2 VHC എന്ന സ്ഥാപനങ്ങൾ കൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഫണ്ടുകളെല്ലാം തന്നെ സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹൈസ്കൂളിൽ നല്ലൊരു ബിൽഡിങ് പണിയാനും കുട്ടികൾക്ക് ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ +2 വിദ്യാർത്ഥികൾക്ക് നല്ലൊരു ലാബ് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി അവിടെ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ LP സ്കൂളുകൾക്ക് നമുക്ക് പുതിയ കെട്ടിടങ്ങൾ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2 LP വിദ്യാലയങ്ങൾക്ക് 1 കോടി രൂപയോളം രൂപ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ പണികൾ നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒപ്പം നമ്മുടെ UP സ്കൂളിലും നമുക്ക് പുതിയ ബിൽഡിങ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പദ്ധതികളും നമ്മുടെ തദ്ദേശ സ്ഥാപനം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു നല്ല രീതിയിലേക്കുള്ള നമുക്ക് നമ്പർ 1 എന്ന് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടെ UP വിദ്യാലയം. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് നന്നായിട്ട് തന്നെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമ്മുടെ PTA-ക്കാരും അതുപോലെ OSA ഗ്രൂപ്പ് അംഗങ്ങളുണ്ട്. ആ വിദ്യാലയത്തെ സ്നേഹിക്കുന്ന ഒത്തിരി വ്യക്തിത്വങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള ക്ലബ്ബുകളുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, സന്നദ്ധ പ്രവർത്തകർ, കുടുംബശ്രീയുടെ പ്രവർത്തകർ, ആശാ വർക്കർമാർ എല്ലാവരെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം തന്നെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുക. സേവന മേഖലയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല. നമ്മുടെ അങ്കണവാടികൾക്ക് എല്ലാ അങ്കണവാടികൾക്കും നമുക്ക് കെട്ടിടവും അതുപോലെ അവർക്ക് സ്വന്തമായിട്ടുള്ള ഭൂമിയും എന്നുള്ള രീതിയിലേക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. 19 അങ്കണവാടികളാണ് നമുക്കുള്ളത്. അവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു വരുമ്പോൾ അവർക്ക് ആകർഷണീയമായ രീതിയിലേക്കുള്ള അങ്കണവാടികളെയാണ് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. മാതൃക അങ്കണവാടി അടക്കം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഇന്ന് നമുക്ക് ഉണ്ട്. അതുപോലെ കുട്ടികൾക്ക് ബേബി ടോയ്ലറ്റ് ഉൾപ്പെടെ അതുപോലെ പോഷകാഹാരങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സസ്നേഹം എന്ന പദ്ധതിയിലൂടെ ഒരു കുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കുന്ന അത് ജനങ്ങളുടെ ഒരു ക്യാമ്പയിനാണ്. ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് ആ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് തന്നിട്ടുള്ളത്. അത് നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ അങ്കണവാടികളടക്കം ജനകീയമാക്കി കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക റോഡുകളും നമുക്ക് നല്ല റോഡുകളാക്കി മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. BMBCയുടെ റോഡ് നമുക്ക് നമ്മുടെ ഭരണകാലയളവിലാണ് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നല്ല റോഡാക്കി നമുക്ക് നന്നായിട്ട് ജനങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് അത് സഹായകരമാണ്. ഒപ്പം ചെറിയ പഞ്ചായത്ത് റോഡുകൾ, ആ റോഡുകളും നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ അതിൻ്റെ 100% പൂർത്തീകരണം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും കുറേയൊക്കെ നമുക്ക് ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. പുതിയ റോഡുകൾ ഏറ്റെടുക്കാനുണ്ട്. പഞ്ചായത്തിൻ്റെ മുഴുവൻ റോഡുകളും നമുക്ക് ആസ്തി രജിസ്റ്ററിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തോടുകളുടെ അതുപോലെ കുളങ്ങൾ
അവയൊക്കെ നമുക്ക് പ്രധാനപ്പെട്ട എന്ന് ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിന് നീർത്തടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം ലൈഫ് പദ്ധതി നമുക്ക് എടുത്തു പറയേണ്ട സംസ്ഥാന സർക്കാരിൻ്റെ വലിയൊരു സ്വപ്ന പദ്ധതിയാണ്. അത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ 215 പേരാണ് നമുക്ക് ഭവനരഹിതരായിട്ട് നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നത്. അവർക്ക് നമ്മളതിൻ്റെ യോഗ്യത അനുസരിച്ചുകൊണ്ട് നമ്മുടെ VOമാർ അവരുടെ വീടുകളിൽ പോയി അന്വേഷണം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വീടുകൾ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒപ്പം ബാക്കിയുള്ള വീടുകളെ നമ്മൾ PMAYയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ട് അങ്ങനെ നമുക്ക് 215 വീടും നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. SC വിഭാഗങ്ങൾക്ക് നമുക്ക് അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും വീട് ഉറപ്പുവരുത്താനായിട്ട് ഭൂമിയും ഉറപ്പുവരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് SCയുടെ ഫണ്ട് എല്ലാ വർഷവും 4.5 വർഷം നമ്മൾ പിന്നിടുമ്പോൾ എല്ലാ വർഷവും നമ്മൾ 100% പൂർത്തീകരിക്കാൻ SC ഫണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. എങ്കിലും വെല്ലുവിളികൾ ഇല്ല എന്ന് പറയാനാവില്ല. കൃഷിയിടങ്ങളുടെ കുറവ്, തൊഴിലാളികളുടെ ഉയർന്ന വേതന ശതമാനം, യുവാക്കൾക്ക് പ്രാദേശിക ജോലി അവസരങ്ങളുടെ അഭാവം ഇവയാണ് നവകാലത്തെ ചോദ്യങ്ങൾ. എന്നാൽ പ്രസിഡന്റ് റോമി ബേബിയുടെ അവകാശവാദങ്ങൾ തള്ളുകയാണ് പ്രതിപക്ഷം. ക്ഷേമപ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ ഇല്ലാതായെന്ന് പ്രതിപക്ഷാംഗം VA നദീർ പറഞ്ഞു. നിലവിലുള്ള ഭരണസമിതിയുടെ കാലഘട്ടത്തിലെ ക്ഷേമ പദ്ധതികൾ ഇതിനു മുൻപ് ജനറൽ വിഭാഗത്തിനും പട്ടികജാതി വിഭാഗത്തിനും ഗ്രാമസഭ വഴി അപേക്ഷകൾ സ്വീകരിച്ച് നിരവധി ജീവനോപാധികളടക്കമുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കോഴി വളർത്തൽ, താറാവ് വളർത്തൽ, ആട് വളർത്തൽ, കിടാരി വളർത്തൽ, പോത്ത് വളർത്തൽ തുടങ്ങി. അതുപോലെ തന്നെ ക്ഷീരമേഖലയിൽ അവർക്ക് ധനസഹായങ്ങൾ കൊടുത്തിരുന്നു. അതൊക്കെ പൂർണ്ണമായും അവസാനിപ്പിച്ച തരത്തിലാണ് ഇപ്പോൾ 2 വർഷമായിട്ട് ഗ്രാമസഭകളുടെ ലിസ്റ്റ് എടുത്താൽ പരിശോധിച്ചാൽ മനസ്സിലാവും. ക്ഷേമ പദ്ധതികളൊക്കെ അട്ടിമറിച്ചൊരു കാലം ഇതുപോലെ ഉണ്ടായിട്ടില്ല. ഈ ജനകീയാസൂത്രണം വന്നതിന് ശേഷം ക്ഷേമ പദ്ധതികൾ ഇല്ല എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു വികേന്ദ്രീകരണം എന്ന് പറയാൻ സാധിക്കാത്ത രീതിയിലേക്ക് കേന്ദ്രീകരണമായിട്ടുള്ളൊരു ഭരണമാണ് ഇവിടെ നടക്കുന്നത്. വികേന്ദ്രീകാസൂത്രണം എന്നുള്ള അതിനെ അട്ടിമറിച്ചുകൊണ്ട് പാർട്ടി പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ഏജൻസിയായി പുത്തഞ്ചിറ പഞ്ചായത്തിലെ ഭരണസമിതി അധപതിച്ചു. ജനങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റ് വേണമല്ലോ സ്വാഭാവികമായും. ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന വികസനങ്ങൾ ചിലപ്പോൾ ഒരുപാട് കോടികളുടെ കണക്ക് പറഞ്ഞിട്ടുണ്ടാവാം. സർക്കാരിൻ്റെ MLA ഫണ്ടിലെ തുക ഈ പഞ്ചായത്തിൻ്റെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവാം. MLAമാർക്ക് ലഭിക്കുന്ന ആസ്തി ഫണ്ട് ഒരു പക്ഷേ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേട്ടമായിട്ട് അവകാശപ്പെട്ടിട്ടുണ്ടാവാം. അത് ഇതിനു മുൻപും ഇവിടെ MLAമാരും MP മാരും നിരവധി സർക്കാർ പദ്ധതികൾ വഴി വികസനങ്ങൾ നടത്താറുണ്ട്. അങ്ങനെ നടത്തുമായിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പകരപ്പള്ളി പെരുമ്പക്കുന്ന് റോഡ് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു തുക? സർക്കാരിൻ്റെ ഏജൻസികൾ നിരവധിയുണ്ട്. ഹാർബർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പൊതുമരാമത്ത് വകുപ്പുണ്ട്, മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന റോഡ് വികസന പദ്ധതിയുണ്ട്, ഫ്ലഡ് സ്കീമുണ്ട്. ഇതിലൊന്നും ഉൾപ്പെടുത്തി ഒരു തുക കണ്ടെത്താതെ ഈ ഭരണസമിതിയിലെ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ റോഡ് പണി നടത്തി ഒരു വലിയ തകർച്ചക്ക് ആക്കം കൂട്ടിയത്. അപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമായ സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള വലിയ തുക കണ്ടെത്താൻ ഈ ഭരണസമിതി സാധിച്ചിട്ടില്ല. തീർച്ചയായും അടിസ്ഥാനപരമായി ക്ഷേമ പദ്ധതികൾ അട്ടിമറിച്ചൊരു കാലം ഇതിനു മുൻപ് ഇത്രയും രൂക്ഷമായ രീതിയിൽ ഉണ്ടായിട്ടില്ല. ഭവന പദ്ധതികൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ലൈഫ് മിഷൻ്റെ പദ്ധതിയാണ് നടപ്പിൽ വരുന്നത്. ലൈഫ് മിഷൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ ഇപ്പോൾ 2020 സ്കീമിൽ ഏതാണ്ട് 200-ലധികം വരുന്ന ഗുണഭോക്താക്കളാണ് ഈ പുത്തഞ്ചിറ പഞ്ചായത്തിൽ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് 100ഓളം കുടുംബങ്ങൾക്കാണ്. അതും 100ഓളം കുടുംബങ്ങൾ മുഴുവനായി പണി പൂർത്തീകരിച്ചോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 5 വർഷം കൊണ്ട് ഏതാണ്ട് 100-ൽ താഴെ വീടുകളാണ് പൂർണ്ണമായിട്ടും ലൈഫ് മിഷൻ പദ്ധതി ലഭിച്ചിട്ടുണ്ടാവുള്ളൂ. സാധാരണ ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെ ഒരു വാർഡിൽ നിന്നും 2-3 വീടുകൾ ഒരു സാമ്പത്തിക വർഷം ലഭിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ കൂട്ടുമ്പോൾ 5 വർഷം കൊണ്ട് നിരവധി എണ്ണം വീടുകൾ ലഭിച്ചിരുന്നതാണ്. ഇപ്പോൾ ലൈഫ് മിഷൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ലൈഫ് മിഷൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാത്രം പദ്ധതിയാണെന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് PMAY കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന PMAYയിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതങ്ങളും ചേർന്ന് അടച്ചാലാണ് അപ്പോൾ അത് നടപ്പിലാക്കാൻ കഴിയും. ഇപ്പോൾ അതുകൊണ്ട് PMAY വഴിയാണ് കൂടുതൽ വീടുകൾ ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സർവേയുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്നാലും അതൊരു സർക്കാർ സംവിധാനത്തിൻ്റെ കീഴിലുള്ള ഒരു ഭവന പദ്ധതി ആയതുകൊണ്ട് സ്വാഭാവികമായും ആ ഒരു നിലവാരത്തിലാണ് അതിൻ്റെ വർക്ക് വരുന്നത്. ഇപ്പോൾ ഒരു വീട് ഈ അടുത്ത കാലത്ത് നിങ്ങളൊരു പക്ഷേ വീടിൻ്റെ ഉദ്ഘാടനങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതിനു മുമ്പ് നിങ്ങൾക്കറിയാം, ഒരു വീട് ലൈഫ് മിഷൻ്റെ പണിതാൽ
വാർഡ് തലത്തിലൊരു ഉദ്ഘാടനം, പഞ്ചായത്ത് തലത്തിലൊരു ഉദ്ഘാടനം, ബ്ലോക്ക് തലത്തിലൊരു ഒരു വീടിൻ്റെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ബ്ലോക്ക് തലത്തിലൊരു പാലുകാച്ചൽ, അത് കഴിഞ്ഞ് ജില്ലാ തലത്തിലൊരു പാലുകാച്ചൽ, പിന്നെ സംസ്ഥാന തലത്തിലൊരു പാലുകാച്ചൽ. ഇങ്ങനെയാണ് ഈ ലക്ഷങ്ങളുടെ കണക്ക് പറയുന്നത്. ഒരു വീട് പണിതാൽ 6 തലത്തിൽ പാലുകാച്ചുകയാണ് ഉദ്ഘാടനം പറഞ്ഞുകൊണ്ട്. ഉദ്ഘാടനങ്ങൾ നടത്തുന്നതിന് വേണ്ടി മാത്രമുള്ളൊരു പദ്ധതിയായി ഇത് മാറുകയാണ്. നിരവധി ആളുകൾ വീട് ലഭിക്കാതെ മഴയത്ത്, ഇതിപ്പോൾ ഈ ലൈഫ് മിഷൻ വന്നുകൊണ്ട് ഒരു തകരാറ് സംഭവിച്ചത്. ഞാൻ ഈ പദ്ധതിയെ ഒരിക്കലും കുറ്റം പറയില്ല. ജനങ്ങൾക്ക് വീട് കിട്ടുന്ന ഏത് പദ്ധതിയും ഞാൻ ആമുഖമായി പറഞ്ഞു, ജനങ്ങൾക്കുള്ള വികസന കാര്യത്തിൽ രാഷ്ട്രീയമില്ല. അതിന് പൂർണ്ണ പിന്തുണ ഇന്ന് വരെ ഭരണസമിതി കൊടുത്തിട്ടുണ്ട്. സർക്കാരിൽ നിന്ന് കിട്ടിയ ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ ആർക്കും നടത്താം. എന്നാൽ വ്യക്തിഗത ആനുകൂല്യങ്ങൾ, ക്ഷേമപ്രവർത്തനങ്ങൾ ഇതെല്ലാം പാർട്ടി താൽപ്പര്യങ്ങൾക്ക് മുന്നിൽ ഇല്ലാതാക്കിയെന്നാണ് നദീറിന്റെ വിമർശനം. ഈ പുത്തഞ്ചിറ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് എന്താണെന്ന് ജനങ്ങളുമായി സംബന്ധിച്ച് ഒരു പ്രകടന പത്രിക തയ്യാറാക്കാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരു പ്രാദേശിക സർക്കാർ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ആ പ്രദേശത്തിൻ്റെ വികസനമാണ് ഒരു ഭരണസമിതിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഇവിടുത്തെ നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. ഈ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുടെ സേവനങ്ങൾ നമ്മൾ ഭരണസമിതി അവരിൽ നിന്ന് സ്വീകരിക്കണം. നമ്മൾ എപ്പോഴും ശുഷ്കിച്ച മനസ്സുമായി പോയാൽ ഒരു പ്രദേശത്തിന് വികസനം ഉണ്ടാവില്ല. സമ്പൂർണ്ണ വികസനത്തിലേക്കുള്ള കാഴ്ചപ്പാടാണ്. കാർഷിക മേഖലയിൽ ഇപ്പോൾ ഒരു പക്ഷേ മറ്റേ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ചേർന്നുകൊണ്ട് കരിങ്ങോച്ചിറയിൽ ഷട്ടർ സംവിധാനം വരുന്നുണ്ട് എന്നൊരു പക്ഷേ അവർ പറയുന്നുണ്ട്. വന്നാൽ നല്ല കാര്യം. 8 വർഷങ്ങൾക്ക് മുൻപാണ് നമ്മുടെ നെയ്തക്കുടിയിൽ സ്ലൂയിസ് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് വിഹിതം വരികയും അതുമായി ബന്ധപ്പെട്ട വർക്ക് തുടങ്ങിയിട്ട് വർഷം 8ആയി. ഇപ്പോഴും അതിൻ്റെ മണ്ണ് പരിശോധനയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ എത്തിയിട്ടുള്ളൂ. ഇപ്പോഴും അത് പ്രായോഗിക തലത്തിലേക്ക് എത്താൻ ഇനിയും വർഷങ്ങൾ, ഈ രീതിയിൽ പോയാൽ വർഷങ്ങളെടുക്കും. അതാണ് നമ്മുടെ ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട. പക്ഷേ അതപ്പോൾ അത് അടിയന്തിരമായി പുത്തഞ്ചിറയിലെ കിഴക്കൻ മേഖലകളെ പൂർണ്ണമായി വികസിപ്പിക്കണമെങ്കിൽ ഈ പറയുന്ന ഉപ്പുവെള്ളം തടയുന്ന ഷട്ടർ പദ്ധതിയും അതുപോലെ തന്നെ സ്ലൂയിസ് പദ്ധതിയും നിർബന്ധമായി നടത്തണം. അതിന് മുൻഗണന കൊടുക്കുന്ന ഒരു ഭരണസമിതിയായിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വന്നാൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ക്ഷേമ പദ്ധതി പരമാവധി സാധാരണക്കാർക്ക് ക്ഷേമം എത്തിക്കുക എന്നുള്ളതാണ് ഒരു ഭരണസമിതിയുടെ ഏറ്റവും കാതലായ വിഷയം. അതുകൊണ്ട് ആ ക്ഷേമ പദ്ധതികളുമായി, ജീവനോപാധികളുമായി ബന്ധപ്പെട്ട് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഒരു ഭരണസമിതി വന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ UDF ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി പദ്ധതികളുണ്ട്. കഴിഞ്ഞ UDFൻ്റെ കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരു പക്ഷേ SSLC പരീക്ഷ വരുന്നതിന് മുൻപ് അവർക്ക് മോട്ടിവേഷൻ ക്ലാസ്സും SSLC പരീക്ഷ വന്നതിന് ശേഷം അവർക്ക് വിദ്യാഭ്യാസ അവാർഡും അപ്പോഴും ഒരു മോട്ടിവേഷൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിരവധി പ്രോഗ്രാം നടത്തിയിട്ടുള്ളതാണ് ഈ പഞ്ചായത്തിൽ. അതുപോലെ നൂതനമായ വിദ്യാഭ്യാസ മേഖലയിലെ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന തരത്തിലേക്ക് അവരുടെ ഐഡിയോളജി ഈ നാടിന് ഉപകാരപ്പെടുന്ന രീതിയിലേക്കുള്ള നൂതനമായ പദ്ധതികളാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. 2 കോടിയിലധികം രൂപയാണ് പുത്തഞ്ചിറ പഞ്ചായത്തിൽ റോഡുകൾക്ക് മെയിൻ്റനൻസ് ഇനത്തിൽ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത്. ഈ സമീപ പ്രദേശത്തെ പഞ്ചായത്തുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ തുകയാണ് നമുക്ക്, അത് കാലങ്ങളായിട്ട് ലഭിച്ചു വരുന്ന വിഹിതമാണ്. പക്ഷേ നിങ്ങൾ ഈ പുത്തഞ്ചിറ പഞ്ചായത്തിൽ നിന്ന് കണ്ണോടിച്ച് നിങ്ങളുടെ ഉൾവഴികൾ, ഗ്രാമീണ റോഡുകളൊന്ന് പോയാൽ പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് ശോചനീയമായ അവസ്ഥയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒരു വാർഡിലേക്ക് ലഭിച്ച മെയിൻ്റനൻസ് തുക 3 ലക്ഷം രൂപയാണ്. 2 കോടിയിൽ പരം രൂപ ലഭിക്കുന്ന ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിലേക്ക് ലഭിച്ചത് 3 ലക്ഷം രൂപ. ഒരു 3 ലക്ഷം രൂപ കൊണ്ട് എന്ത് വികസനം ഒരു വാർഡിൽ നടത്താൻ സാധിക്കും? അപ്പോൾ അത്രയും 1 കോടിയിൽ പരം രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം ലാപ്സാക്കിയതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്ന ഇവിടുത്തെ ജനങ്ങളാണ്. ഇപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനാസ്ഥ വേറെ നിൽക്കുന്നു. ട്രഷറി സ്തംഭനവും അതുമൂലം ബന്ധപ്പെട്ട കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മാർച്ച് മാസം 31-ാം തീയതി രാത്രി 12:59 വരെ ബില്ലുകൾ മാറിയിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. പക്ഷേ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു കട്ട് ഓഫ് ഡേറ്റ് വെക്കുകയാണ്. മാർച്ച് മാസം 20-ാം തീയതിക്കുള്ളിൽ അല്ലെങ്കിൽ 25-ാം തീയതിക്കുള്ളിൽ ബില്ല് സബ്മിറ്റ് ചെയ്തവർക്ക് പൈസ കൊടുക്കുന്നില്ല കട്ട് ഓഫ് ഡേറ്റ് വെക്കുമ്പോൾ സ്വാഭാവികമായി ആ കട്ട് ഓഫ് ഡേറ്റിന് ഉള്ളിൽ ബില്ല് സബ്മിറ്റ് ചെയ്താലും അത് ക്യൂബിലേക്ക് മാറ്റുകയാണ് പൈസ ഇല്ലാത്തതുകൊണ്ട്. ഈ ക്യൂബിലേക്ക് മാറ്റുന്ന തുക നമ്മുടെ അടുത്ത സാമ്പത്തിക വർഷത്തെ ഈ ലഭിക്കുന്ന ഫണ്ടിൽ നിന്ന് കിഴിക്കുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് ചെയ്യാത്ത, സമയബന്ധിതമായി ചെയ്യാത്ത വിഷയം കൊണ്ട് ഏതാണ്ട് പുത്തഞ്ചിറയിലെ റോഡ് വികസനം പരിപൂർണമായി സ്തംഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ അടുത്ത് നമ്മുടെ പകരപ്പള്ളി പെരുമ്പക്കുന്ന് റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാലോ. പകരപ്പള്ളി പെരുമ്പക്കുന്ന് റോഡ് സത്യത്തിൽ ഒരു ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ വലിയൊരു തുക ചെലവഴിച്ച് കൊണ്ടുവന്നൊരു പദ്ധതിയാണ്.
അപ്പോൾ ഒരു വലിയ തുക വേണം. ആ ഒരു പാടശേഖരത്തിലൂടെ നടുക്കിൽ കൂടെ പോകുന്ന റോഡാണ്. തോടും പാടശേഖരം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന റോഡ് സ്വാഭാവികമായിട്ടും മണ്ണിട്ട് പൊക്കി പണിത റോഡാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു സെക്യൂരിറ്റി വേണം. ഇവിടെ ഏതാണ്ട് 25 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് സൈഡ് ഫില്ലിങ് നോക്കാതെ, അതിൻ്റെ കെട്ടിന് എത്രത്തോളം ഉറപ്പുണ്ടെന്ന് നോക്കാതെ, സാങ്കേതികമായി പരിശോധന നടത്താതെ പണം ചെലവഴിക്കണമെന്നുള്ള വ്യഗ്രതയിൽ ടൈല് വിരിച്ചതിൻ്റെ പിന്നാലെ റോഡ് ഇടിഞ്ഞു. നിങ്ങളൊക്കെ അത് സംപ്രേഷണം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പണിത റോഡ് ഇടിഞ്ഞ ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. നമ്മുടെ പുത്തഞ്ചിറയിലെ പുഞ്ചപ്പാടത്ത് ഏതാണ്ട് 150 ഏക്കറോളം വരുന്ന കൃഷിയിടങ്ങൾ നിരവധി വാർത്തകൾ പത്രമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 2 വർഷമായി, ചരിത്രത്തിലാദ്യമായിട്ടാണ് 2 വർഷമായി ഉപ്പുവെള്ളം കയറി 150 ഏക്കറോളം കൃഷി നശിച്ചു. കർഷകർ ദുരിതത്തിലായ ഒരു കാലം കൂടിയാണ് ഈ ഭരണസമിതിയുടെ കാലം കടന്നു പോകുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ വെള്ളാഞ്ചൽ ബ്ലോക്കിൽ പോയി ഇവിടുത്തെ ഒരു കണക്ക്, നിലവിലുള്ള സാമ്പത്തിക വർഷത്തെ കണക്കെടുത്താൽ കഴിഞ്ഞ വർഷം 5 പഞ്ചായത്തുകളിൽ ഏറ്റവും പിന്നിൽ തുക ചെലവഴിച്ച പഞ്ചായത്താണ് പുത്തഞ്ചിറ പഞ്ചായത്ത്. അങ്ങനെ നിരവധിയായിട്ടുള്ള ഗ്രാമീണ മേഖലകളിലെ റോഡുകൾ ഏത് ഭരണസമിതി വന്നാലും നമ്മുടെ ഏറ്റവും റെസിഡൻസ് ഏരിയകളിൽ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള ചെറിയ ചെറിയ റോഡുകൾ, മൺറോഡുകൾ വീതി കൂട്ടി അത് കട്ട വിരിക്കുകയോ ടാർ ചെയ്യുകയോ അതല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്ത് സഞ്ചാര യോഗ്യമാക്കാറുണ്ട്. ഈ ഭരണസമിതി വന്നതിന് ശേഷം അങ്ങനെ ഒരു പദ്ധതി തന്നെ ഈ പഞ്ചായത്ത് വെച്ചിട്ടില്ല. 1-2 റോഡുകൾക്ക് മാത്രം ഈ 5 വർഷത്തിനുള്ളിൽ വെച്ചു. അതും UDF മെമ്പർമാരുടെ വാർഡിൽ വെക്കാതെ ഉള്ള ഒരു വികസനമാണ് നടത്തിയിട്ടുള്ളത്. സ്വപ്നങ്ങൾക്കായി ഒരുമിച്ച് മുന്നേറുമ്പോൾ പുത്തഞ്ചിറ നാളെയുടെ പുതുയുഗത്തിലേക്ക്, വികസനത്തിലേക്ക് ആത്മവിശ്വാസത്തോടും പ്രതീക്ഷയോടും ഉയരട്ടെ എന്ന് പ്രത്യാശിക്കാം. നൂറ്റാണ്ടുകൾക്ക് മുന്നേ സാമൂതിരിയും തിരുവിതാംകൂരുമൊക്കെ വന്ന് അധികാര കൈമാറ്റങ്ങൾ കണ്ട ഒരു ജനതയാണ് ഇവിടെയുള്ളത്. മറ്റൊരു തിരഞ്ഞെടുപ്പ് കൂടെ വരുന്നു. വികസനത്തിൻ്റെ സൂര്യൻ ഉദിക്കുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയാം. മറ്റൊരു പഞ്ചായത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. കാത്തിരിക്കുക. നന്ദി, നമസ്കാരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈന്തലയിൽ അംഗൻവാടി ജീവനക്കാരിക്ക് നേരെ മുളകുപൊടി ആക്രമണം നടത്തി 3 പവൻ മാല കവർന്ന കേസിലെ പ്രതികൾ പിടിയിൽ. അറസ്റ്റ് ചെയ്തത് വൈന്തല സ്വദേശിനി അഞ്ജന, ഇവരുടെ സുഹൃത്തുക്കളായ 2 പേർ എന്നിവരെ. അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശബരിമലയ്ക്ക് വ്രതമെടുത്ത് കറുപ്പ് വസ്ത്രം ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയ നടപടി വിവാദത്തിൽ ക്ലാസ് ടീച്ചറുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി രക്ഷിതാക്കൾ. തൃശൂർ കോർപ്പറേഷന്റെ പാഴായ 10 വർഷങ്ങൾ എന്ന വിശേഷണവുമായി ജനസമക്ഷം കുറ്റപത്രവുമായി UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. ഇടതിന്റെ അഴിമതി ഭരണം, ധൂർത്ത്, കെടുകാര്യസ്ഥത തുടങ്ങിയവ കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.